എന്തടാ ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നും പറയാനില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയടാ. എടാ മോനെ, നീ എന്തിനാ ഇവരോട് സംസാരിച്ച സമയം കളയുന്നേ? പോകാനുള്ള ഏർപ്പാട് ചെയ്യ്. ഞാൻ റെഡി. ഞാൻ റെഡി താമ്പരവാ. കാക്കോത്തി തകർത്തു. നിന്റെ ഐഡിയ കൊള്ളാം, സൂപ്പർ. അക്കുച്ചേട്ടാ, അവരെ വാഗമണിലേക്ക് വിട്ടിട്ട് കാര്യമില്ല, നമുക്കും പോണം. നമുക്കോ? എന്തിന്? ശ്രേയുടെ സ്വഭാവം അറിയാലോ. അമ്മായിയുടെ അരവിന്ദേട്ടന്റെ നിർബന്ധത്തില് വേറെ മാർഗം ഇല്ലാതെയാ ശ്രേയ ഹണിമൂണിന് പോകാൻ സമ്മതിച്ചത്. അവിടെ ചെന്ന് അരവിന്ദേട്ടൻ്റെ കൂടെ സന്തോഷത്തോടെ ആവില്ല ശ്രേയ. അതുകൊണ്ട് അരവിന്ദേട്ടനും ശ്രേയയും ഒന്നിക്കാനുള്ള വഴി ഒരുക്കേണ്ടത് നമ്മളാ. അവര് തിരിച്ചു വരുമ്പോ ഭാര്യ ഭർത്താക്കന്മാരായി മാറി വേണം വരാൻ. ഓക്കെ അച്ഛാ, ഞങ്ങളും വാഗമണിൽ പോവാം. അവർ രണ്ടുപേരും നന്നായി ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷെ മക്കളെ, പട്ടിയുടെ ചുരുണ്ട വാല് നിവർത്താൻ പറ്റില്ല. അവിടെ ചെന്നിട്ട് ആ പെണ്ണ് എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് കണ്ടറിയണം. എങ്ങനെയെങ്കിലും അവരെ ഭാര്യ ഭർത്താക്കന്മാരാക്കി മാറ്റണം. ശരി, മോക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പോയിട്ട് വാ. പക്ഷെ സൂക്ഷിക്കണം. ശരി. അരവിന്ദേ, പ്രാർത്ഥിച്ച ദൈവങ്ങളെല്ലാം അനുഗ്രഹിച്ചതുപോലെയാ മേഡം ഹണിമൂണിന് വരാൻ സമ്മതിച്ചത്. റിസോർട്ടിലെത്തിയാൽ ഉടനെ സമയം കളയാനില്ല. മേഡത്തിന്റെ കൂടെ മനസ്സും ശരീരവും പങ്കുവെച്ച് ജീവിതം തുടങ്ങണം. എത്രയും പെട്ടെന്ന് മേഡത്തെ ഒരു അമ്മയാക്കണം. എനിക്കൊരു അച്ഛനാകണം. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവണേ എൻ്റെ ഭഗവാന്മാരെ. അത് കഴിഞ്ഞ് ഒരു താരാട്ട് പാട്ട് പോലെ ആയിരിക്കണം ജീവിതം. എൻ്റെ ചലഞ്ച് ജയിച്ചേ പറ്റൂ. അരവിന്ദന്റെ ശല്യം സഹിക്കാഞ്ഞിട്ടാ ഹണിമൂണിന് വരാൻ തീരുമാനിച്ചത്. ഇനിയുള്ള 3 ദിവസം എന്തെങ്കിലും മുട്ടിന്യായങ്ങൾ പറഞ്ഞ് ഇവനെ അകറ്റി നിർത്തണം. എന്റെ വിരൽത്തുമ്പിൽ തൊടാൻ പോലും ഇവനെ ഞാൻ അനുവദിക്കില്ല. അരവിന്ദന്റെ സന്തോഷങ്ങളും പ്രതീക്ഷകളും ഇല്ലാതാക്കണം. ഈ ഹണിമൂൺ എന്നും ഓർമ്മയിലിരിക്കും. കോടമഞ്ഞിനോയ് താഴ്വരയിലോയ് അക്കടമ്പ് പൂക്കുമ്പോൾ മഞ്ഞണിഞ്ഞ് ഓ തന്നനാന താന തന്നനാന തനനാന തനനാന താന തന്നനാന തനനാന തനനാന. സിറ്റുവേഷൻ പറ്റിയ പാട്ട് അല്ലേ മാഡം? അരവിന്ദ് വലിയ സന്തോഷത്തിലാണല്ലോ. അതെ മാഡം. ഈ മലകളും കടന്ന് മേഘങ്ങൾക്കുള്ളിലൂടെ പോകണമെന്ന് തോന്നുക. വാഗമണിലെ ഒരൊറ്റ ഭാര്യ ഭർത്താക്കന്മാര് നമ്മളെ പോലെ ഹണിമൂൺ ആഘോഷിക്കാൻ പാടില്ല. അതുപോലെ വേണം നമുക്ക് എൻജോയ് ചെയ്യാൻ. ശരിയാ, നമ്മളെപ്പോലെ ആർക്കും ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റില്ല. ആർക്കും. എന്താ മേഡം ആലോചിക്കുന്നേ? എൻജോയ് ചെയ്യാ? പറ.
ഓക്കെ, പക്ഷെ എനിക്ക് അധിക ദിവസം ലീവില്ല. ഞാൻ പറഞ്ഞതുപോലെ 3 ദിവസം മാത്രം. അത് കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകണം. മതി, 3 ദിവസം ഉണ്ടല്ലോ. ഒരു നിമിഷം പോലും പാഴാക്കരുത്.